എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാൻ എന്ന വൻപൻ സിനിമ റിലീസിനൊരുങ്ങുകയാണ്. വൻപൻ അപ്ഡേറ്റുകളുമായി ഓരോ ദിവസവും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം എമ്പുരാൻ സിനിമയുടെ ഓഡിയോ അവകാശവും OTT അവകാശവും റെക്കോർഡ് തുകക്കാണ് വൻപൻ കമ്പനികൾ വാങ്ങാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ വരുന്ന മാർച്ച് 27-നാണല്ലോ ലോകമെമ്പാടും പ്രേക്ഷകർക്ക് മുമ്പിൽ എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററിലൂടെ തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇപ്പോൾ വാനോളം ഉയർന്നിരിക്കുകയാണ്. സിനിമയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഏകദേശം 6 കോടിക്ക് മുകളിൽ ഒരു റേറ്റിനാണ് വിറ്റുപോകാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സോണി മ്യൂസിക് ആണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് വാങ്ങാൻ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കാൻ പോകുന്നത് ഒരു വൻപൻ ഓഫറാണ്. ഏകദേശം 50 കോടി രൂപയ്ക്കോളമാണ് ചിത്രത്തിന്റെ OTT അവകാശം വിറ്റുപോകാൻ ഒരുങ്ങുന്നതും. റിലീസിന് ഇനി 30 ദിവസങ്ങൾ ഉള്ളപ്പോൾ പോലും ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ മാത്രം 1 കോടിക്ക് മുകളിലാണ്. അതും ആരാധകർ ഒരുക്കിയ ഫാൻ ഷോ കൗണ്ടുകളുടെ എണ്ണം വെച്ച് മാത്രം. ഈ കണക്കുകൾ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ബിസിനസ് കളക്ഷനിലൂടെ മാത്രം ചിത്രം ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞു. 150 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ ഒരു സിനിമ വൻപൻ വിജയത്തിലെത്തിക്കാൻ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നോട്ടമിടുന്നത്. അപ്പോൾ ആരൊക്കെയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.